അസ്സലാമു അലൈക്കും. ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഏകദേശം 2021-2026 അഥവാ 6 വർഷത്തോളമായി ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള ചാനലുകളോടൊന്നും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇത് മറ്റുള്ളവർ നൽകാത്ത പല സീക്രട്ടുകളും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അഥവാ പല രഹസ്യങ്ങളും. 2024 ലാസ്റ്റ് അഥവാ 2025 ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നത്. അന്ന് മുതൽ 2026 വരെ ബൈബിള്, ഖുർആന്, ഭഗവത്ഗീത, തോറ, യജുർവേദം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം ഇവയിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അഥവാ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് യാഥാർത്ഥ സത്യമാണ്. നിങ്ങൾ ഒരാളെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിനുള്ള ആൻസർ തരാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം സത്യം തന്നെ ആണോ അല്ലേ എന്നുള്ളത്. ഒരുപാട് തെളിവുകൾ, ഈ തെളിവുകളൊക്കെ നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രം വേണ്ടിയിട്ടല്ല, ഇത് ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് ഞാൻ ഈ 2024 അല്ലെങ്കിൽ 2025 മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് സത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് എല്ലാ വേദഗ്രന്ഥങ്ങളിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഹൈന്ദവ വേദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ, സത്യങ്ങൾ അവരെപ്പോഴാണോ തിരിച്ചറിയുന്നത് ആ ഒരു സമയം മുതലാണ് അവർക്ക് മോക്ഷം നേടുന്നത് എന്ന് അവരെ ഗ്രന്ഥം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത്ര കാലം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ. ഇനി വിശുദ്ധ ഖുർആനിലേക്ക് പോവുകയാണെങ്കിൽ പോലും യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ അറിയാന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധമായ കാര്യമാണെന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് തെളിവ് വന്നിട്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാന്റെ ദൃഷ്ടാന്തം വരും, അത് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നരകാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അള്ളാന്റെ തെളിവുകൾ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. നിഷേധിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അള്ളാഹു നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ, ഇതിൽ ഒരു സംശയവും വേണ്ട. ഇത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഇത് ഞാനല്ല. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നതേ ഉള്ളൂ. എനിക്കിതിൽ ഒരു പങ്കുമില്ല. സൃഷ്ടാവ് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് നൽകിയ പല സത്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നു, അത്രേ ഉള്ളൂ. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അഥവാ സൃഷ്ടാവ് ഇത്ര അംശങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഒരംശം നമ്മളെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മളെ ജനനാവട്ടെ, മരണാവട്ടെ, പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാവട്ടെ, ലോക അവസാനമാവട്ടെ, എല്ലാ കാര്യം നമ്മളെ രാവും പകലും എല്ലാ കാര്യം സൃഷ്ടാവിൻ്റെ ആ അംശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ മനുഷ്യനെയും ഹൃദയത്തെ ചലിപ്പിക്കുന്നതും ഓരോ ജന്തു ജീവജാലങ്ങളെ ചലിപ്പിക്കുന്നത് പോലും ആ ഒരു അംശത്തിൻ്റെ പ്രക്രിയകളാണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് സാമ്യതയോടുകൂടി നമ്മൾ തെളിവ് തന്നിട്ടുണ്ട്.